ഹായ് ഹലോ. ഇന്നിപ്പം മധുരയിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം എല്ലാവരുമൊക്കെ രാത്രിയിൽ ആ കട്ടിലിൻ്റെ മുകളിലൊക്കെ കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങി. അപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. കണ്ടോ, സഞ്ചിയൊക്കെയാണ് കേട്ടോ തലയിൽ വെച്ചേക്കുന്നത്, തലങ്ങണിക്ക് പകരമായിട്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ എഴുന്നേറ്റു. അപ്പം മന്നു അപ്പോഴും ഒക്കെ ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം കീർത്തനയും സിന്ധുവും കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങാമെന്ന് വിചാരിച്ച് നേരത്തെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റ് പറ്റുമെങ്കിൽ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയ പോക്കാണ് കേട്ടോ. അപ്പം ഞാനും അന്നുവും കൂടി ഇങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത്, അന്നു ഉറങ്ങുകയാണ്, ഞാൻ കിടക്കുകയാണ്. അപ്പോൾ കീർത്തന വന്നിട്ടുണ്ട്. പേപ്പർ പോലെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് ദോശയാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം ഇതുപോലത്തെ 2 ദോശയും ഇഡ്ഡലിയുമാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ സാധാരണ ദോശയ്ക്ക് നമ്മൾ പറയുന്നത് സാധാരണ ദോശ എന്നൊക്കെ പറഞ്ഞാലും അവരുടെ സാധാരണ ദോശ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയൊരു ദോശയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ നമുക്ക് നമ്മളുടെ ഇത്തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ പണ്ടും പറ്റിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ. കാരണം നമ്മൾ 5 ദോശയെന്നോ അല്ലെങ്കിൽ 3 ദോശയെന്നൊക്കെ പറയും, അവർ 3 ഇത്രയും വലിയ ദോശ കൊണ്ട് തരും കേട്ടോ. അപ്പം നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന തട്ടുദോശയുടെ ഒരു ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവർക്ക് അത് വലിയ ദോശയായിട്ടേ അവർ ചുടത്തുള്ളൂ. അവർക്ക് അറിയാത്ത കണക്കാണ് അവർ ചുടുന്നത് കേട്ടോ. ഈ തട്ടുദോശ അവർക്ക് ചുടാൻ അറിയത്തില്ലേ എന്തോ കേട്ടോ. അപ്പോൾ സാമ്പാർ, ചമ്മന്തി, അങ്ങനത്തെ 1-2 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് പൊതിഞ്ഞു വെച്ചിട്ട് കീർത്തനയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കോളേജിലേക്ക് പോയി. അപ്പോൾ കീർത്തനയ്ക്ക് ഇന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും. പിന്നെ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അന്നു നല്ല ചൂടി പുതച്ച് മൂടി അങ്ങനെ കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ ഉണർന്നു കേട്ടോ. ഉണർന്നിട്ട് പിന്നെ ഹോസ്റ്റലല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അവൾ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ കുറേ സമയം അവരുടെ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് കീർത്തന ഒരുങ്ങി. അപ്പോൾ കീർത്തനയ്ക്ക് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കീർത്തനയ്ക്ക് പോകണം. 10 മണിയാകുമ്പോൾ കീർത്തനയ്ക്ക് കോളേജിലേക്ക് പോകണം കേട്ടോ. കോളേജ് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. അതിൻ്റെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് ഒരു ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ കോളേജ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഈ പൂങ്കാവനം പോലെ അവർ പരിപാലിക്കുന്ന ഒരു ഗാർഡനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൻ്റെ മെസ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അവിടെയാണ് കേട്ടോ വെള്ളമൊക്കെ എടുക്കേണ്ടത്. അപ്പം അന്നുവും സിന്ധുവും കൂടെ പോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്കായിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇതുകൊണ്ട് പോവുകയാണേ. ഈ മെസ്സിൽ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്തായിരിക്കും നമുക്ക് പറയാനൊക്കത്തില്ല, കുഞ്ഞിനുമൊക്കെ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഫുഡ് മേടിക്കാതിരുന്നത്. ഇവിടെ മിക്കവാറും സാമ്പാർ സാദം, പുളിസാദം അങ്ങനത്തെയൊക്കെയാണ് ഉച്ചയ്ക്കുള്ളത്. രാവിലെ പൊങ്കലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്കത്ര ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് മേടിക്കാതിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഉച്ചയായി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം കീർത്തന ഒരു സജഷൻ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പോണത് തൂത്തുക്കുടിക്കാണ്. അപ്പം 2 വഴിക്ക് നമുക്ക് പോവാം. ഒന്ന് നേരെ തൂത്തുക്കുടിക്ക് പോവാം, 2 നമുക്ക് ഒരു ഇച്ചിരി ചുറ്റിയാൽ നമുക്ക് ഒരുപാടൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ അധികം പോയാൽ നമുക്ക് തിരുപ്പറക്കുன்றത്തിൽ കൂടെ പോവാം. അപ്പോൾ തിരുപ്പറക്കുன்றம் എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അത് കാണാനുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പം ഇപ്പം എന്തായാലും ഉച്ചയായി, നട എന്തായാലും അടച്ചിരിക്കുകയായിരിക്കും, കയറാനൊന്നും സാധിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെയും ചിലപ്പം നമുക്ക് ഒരുപാട് നേരം ക്യൂ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയറാൻ പറ്റത്തില്ല. പക്ഷേ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മൾ തിരുപ്പുറക്കുன்றம் വഴി നമുക്ക് തൂത്തുക്കുടിയിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉച്ചയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് അന്നുവിനെ ഉറക്കണം. അപ്പം തിരുപ്പുറക്കുன்றമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അന്നുവിനെ ഉറക്കാമെന്ന് കരുതി. കാരണം ഉണർത്തിക്കൊണ്ട് പോയാൽ അവൾക്ക് ബോറടിക്കും. അപ്പം അവളെ നമുക്ക് ഫുഡെല്ലാം കൊടുത്ത് പതുക്കെ ഉറക്കി കൊണ്ടുപോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മധുരയിൽ നിന്നും തിരുപ്പുറക്കുன்றത്തേക്ക് നമുക്ക് യാത്രയായി കേട്ടോ. അപ്പം ഈ തിരുപ്പുറക്കുன்றம் സത്യത്തിൽ മധുരയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേരും മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് തിരുപ്പുറക്കുன்றത്തിൽ കൂടെ തൊഴുതിട്ടാണ് കേട്ടോ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം പണ്ട് മധുരയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ തിരുപ്പുറക്കുன்றത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രവും വരുന്നത്. അപ്പം ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൽ തിരുപ്പുറക്കുன்றത്ത് ഇറങ്ങിയാൽ ജസ്റ്റ് നടന്ന് കയറാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കും അടുത്താണ് കേട്ടോ. ഞങ്ങൾ തിരുപ്പുറക്കുன்றம் അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും റോഡിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെ മാറും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ദൂരെ മലകളും ആ ക്ഷേത്രത്തിൻ്റെ ഒരു 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 പടികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പം ദൂരെയായിട്ടാണ് കേട്ടോ അത്. പക്ഷേ മെയിനായിട്ടുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ താഴെ തന്നെയാണ്, ഒരു ഗുഹ തുരന്ന് അതിനകത്താണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാറ് കുറച്ച് അകലെ മാറ്റി ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ നടന്നാണ് കേട്ടോ പോയത്. അപ്പം അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ആ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരുപാട് കടകളാണ് കേട്ടോ. കളിപ്പാട്ടക്കടകളും ഫാൻസി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഒക്കെയാണ്. അപ്പം അതെല്ലാം നമ്മൾ കണ്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ ദാണ്ടെ ഒരുപാട് കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു വലിയ ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോലത്തെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ പൊതുവെയുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ ഈ ഒരു കൊത്തുപണികളുടെ ആ ഒരു ശൈലിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾക്ക് ഒരുപാട് അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം മെയിൻ ഗേറ്റൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അകത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കാണാനൊക്കെ ആയിട്ട് സാധിച്ചു കേട്ടോ. ഒരുപാട് പേര് വൈകുന്നേരം തുറക്കുമ്പോൾ കയറാനായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഏരിയയിൽ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രസാദമൊക്കെ ആയിട്ട് മേടിക്കാനും ഒക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി വൈകുന്നേരമാണ് കേട്ടോ അവിടെ തുറക്കുന്ന സമയം, 4 മണിക്ക്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് തൂത്തുക്കുടിയിലേക്ക് വരികയും വേണം. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങൾ 1-2 കടകളിലൊക്കെ കയറി അനുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, ബോയൊക്കെ മേടിച്ചു. വീണ്ടും ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ച് ഞങ്ങൾ വന്ന വഴിയല്ല വന്നത്, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തൊരു ചെറിയ വഴി കൂടെയാണ്. അതായത് ടൗണിലോട്ടൊന്നും പോവാതെ ഇതൊരു ഇടുങ്ങിയ ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു വഴിയായിരുന്നു. അപ്പം അതുവഴിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് തൂത്തുക്കുടിയിലേക്ക് പോയത്. അപ്പം അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ ഒരു വലിയ മല മൊത്തത്തിൽ നമ്മൾ ചുറ്റിയാണ് കേട്ടോ വന്നത്. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓട്ടോ വിളിക്കേണ്ട ദൂരം. ഓക്കെ, അപ്പം ഞങ്ങൾ വഴിയിൽ നിന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസും തൈര് സാദവും വാങ്ങിച്ചിരുന്നു. ഫ്രൈഡ് റൈസൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം അന്നു ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ഞങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസും തൈര് സാദവും കഴിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ നേരെ തൂത്തുക്കുടിക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയതും കേട്ടോ. അപ്പം ഇനിയിപ്പം ഒരു 2 മണിക്കൂറിനകം ഞങ്ങളങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ചിലപ്പോൾ ഞങ്ങൾ വഴിക്ക് ഒരു ചായയും കൂടെ കുടിക്കും. ഓക്കെ, സെറ്റ്. അങ്ങനെ ഞങ്ങളുടെ മധുര ട്രിപ്പ് താണ്ടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.